ബിദ്അത്തിന്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞാൽ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശ്രദ്ധേയമായ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഒരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ പിശാചിന് ഇഷ്ടം ജനങ്ങളെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കലാണ്. കാരണം ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. കാരണം ഒരു അനുസരണക്കേടാണെങ്കിൽ മദ്യപിക്കുക, വ്യഭിചരിക്കുക തുടങ്ങിയതുപോലെയുള്ള ഒരു ഹറാമാണെങ്കിൽ അത് തെറ്റാണെന്ന് ആളുകൾക്കറിയാം. അവർ എന്തെങ്കിലും ഒരിക്കൽ തൗബ ചെയ്യുന്നതാണ്. എന്നാൽ ബിദ്അത്തിനെ കുറിച്ച് ആളുകൾ കരുതുന്നത് ഇത് നല്ലതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ തൗബ ചെയ്യില്ല. അവർ കൂടുതൽ അതിനെ മൊഞ്ചാക്കുവാൻ, കൂടുതൽ മോടി പിടിപ്പിക്കുവാനാണ് ശ്രമിക്കുക. അതിലൂടെ ഇബ്ലീസ് വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ ബിദ്അത്തും നരകത്തിലേക്കുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആളുകൾക്ക് നല്ലതായി തോന്നി എന്നതുകൊണ്ട് അതൊരു നല്ലതാവണമെന്നില്ല എന്നാണ് സഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ബിദ്അത്തുകളെ നമ്മൾ ഒഴിവാക്കണം. മാത്രമല്ല ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് വിശ്വാസികൾ ചെല്ലുമ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് തടയപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഫഅഖൂലു ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, അവർക്ക് കൂടി കുടിക്കാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഫയുഖാലു, അന്ന് മഹ്ശറിൽ പറയപ്പെടുന്നത് എന്താണ്? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദ, താങ്കൾക്ക് ശേഷം ഇവരെന്തൊക്കെ പുത്തൻ ആചാരങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ലല്ലോ. അപ്പോൾ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം മതത്തെ മാറ്റിത്തിരുത്തിയ, മതത്തിൽ നിന്ന് പുറത്തുപോയ, മറ്റു പുത്തനാചാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്കൊക്കെ എന്നിൽ നിന്ന് വിദൂരം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിയകറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിദ്അത്തിന്റെ ആളുകൾ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് പോലും കുടിക്കാൻ കിട്ടാതെ ആട്ടി അകറ്റപ്പെടുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു പള്ളിയിലിരുന്നുകൊണ്ട് കുറച്ചാളുകൾ, അതിലൊരാൾ നേതൃത്വം കൊടുത്തിട്ട് കുറച്ച് കല്ലുകൾ എല്ലാവരുടെ കയ്യിലും കൊടുത്തിട്ട് 100 തവണ തസ്ബീഹും അതേപോലെ തന്നെ തക്ബീറും തഹ്മീദും ഒക്കെ ചൊല്ലാൻ പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറയും. അപ്പോൾ ഓരോരുത്തരും പറയുന്നു. അങ്ങനെ ഓരോരുത്തരും കൂട്ടമായിരുന്ന് ഓരോരുത്തർക്കും ഓരോ നേതാക്കൾ അവരിങ്ങനെ തക്ബീറും തഹ്ലീലും ചലിപ്പിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവുമില്ല. കാരണം തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്ലീലാണ്, തഹ്മീദാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോളൂ, നിങ്ങളുടെ നന്മകൾ അല്ലാഹു നിങ്ങൾക്ക് മുടക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു വയഹക്കും യാ ഉമ്മത മുഹമ്മദ് മാ അസ്റഅ ഹലകതകും ഹൗലായി സ്വഹാബത്തു നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ വഹാദിഹി സിയാബുഹു ലം തബ്ല വആനിയതുഹു ലം തുക്സർ വല്ലദി നഫ്സി ഫീ യദി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ ഔ മുഫ്തതിഹി ബാബി ളലാലത്തിൻ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സ്വഹാബികളൊക്കെ ധാരാളം ഇന്നിവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ വസ്ത്രം പോലും നുരുമ്പിച്ചിട്ടില്ല, പാത്രം പോലും തകർന്നു പോയിട്ടില്ല. എന്നിരിക്കെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനേക്കാൾ മുന്തിയ ആളുകളാവാൻ ഉദ്ദേശിക്കുകയാണോ? അതല്ല വഴികേടിന്റെ വാതിലാണോ നിങ്ങൾ തുറക്കുന്നത്? അവരവിടെ യഥാർത്ഥത്തിൽ എന്തേ ചെയ്തിട്ടുള്ളൂ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ കാണിക്കാത്തൊരു പുതിയ രീതി, അഥവാ ഓരോ ഹൽക്കും ഒരു നേതാവ്, അദ്ദേഹം കല്ലുകൾ പെറുക്കിയിട്ട് അവരോട് 100 തവണ എണ്ണാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ 100 തവണ എണ്ണുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ എണ്ണാൻ പറയുന്നു. അങ്ങനെ ഒരു രീതി അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചിട്ടില്ല. ചൊല്ലുന്നത് തസ്ബീഹാണ്, നല്ല അർത്ഥമുള്ളതാണ്. 100 തവണ ചൊല്ലുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു പുതിയ രീതി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതായിട്ട് പോലും ശക്തമായ ഭാഷയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തിട്ടുള്ളതെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തക്ബീറും തഹ്ലീലും ഒക്കെ റസൂൽ പഠിപ്പിച്ചതാണ് എന്നെങ്കിലും കരുതാം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരിക്കൽ പോലും നബി പ്രവർത്തിക്കാത്ത, ഒരു വാക്കുകൊണ്ട് പോലും സൂചന നൽകാത്ത, സ്വഹാബികൾ ചെയ്യാത്ത, താബിയങ്ങളോ തബൗ താബിയങ്ങളോ ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളോ ആരും ചെയ്യാത്തൊരു പുത്തനാചാരം, ഒരു സൂചനയും ഖുർആനിലും ഹദീസിലും ഇല്ലാത്തത് മാത്രമല്ല ബഹുദൈവാരാധകരായ ആളുകളുടെയും യഹൂദ ക്രൈസ്തവരുടെയും പാരമ്പര്യമുള്ള ഒരു കാര്യം മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തത്.